ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈനൈറ്റ് മാത്തമാറ്റിക്സും ലോജിക്കിന്റെയും കുറച്ച് കീ ഐഡിയാസ് ആണ്. ഓക്കെ, അപ്പൊ ഫൈനൈറ്റ് മാത്തമാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് മാത്തമാറ്റിക്സ് എന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റെസിമൽ മാത്തമാറ്റിക്സോ അങ്ങനെ കാൽക്കുലസ് അങ്ങനത്തെ സബ്ജക്ട്സിലേക്ക്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്, തിയറി ഓഫ് സെറ്റ്. അപ്പൊ സെറ്റ് ജോർജ് കാൻഡോർ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യനാണ് ഈ സെറ്റിന്റെ ഈ എന്താ പറയാ സെറ്റ് തിയറി കൊണ്ടുവന്നത്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കളക്ടിങ് തിങ്സ് ടുഗദർ ആണ് സെറ്റിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇൻ എവരിഡേ ലൈഫ് നമ്മൾ ഒബ്ജക്ട്സ് കളക്ട് ചെയ്യാറുണ്ട്. അപ്പോ എന്താ പറയാ ബുക്സ്, ഒരു ഷെൽഫിലുള്ള ബുക്സ്, അല്ലെങ്കിൽ ഒരു കൊട്ടയിലുള്ള മാങ്ങ, അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ കളക്ഷനെ ഒരു എന്താ പറയാ സെറ്റ് ഓഫ് യുണീക്ക് എലമെന്റ്, കളക്ഷൻ ഓഫ് എലമെന്റ്സിനെ യുണീക്ക് എലമെന്റ്സ് നമുക്ക് സെറ്റ് എന്ന് വിളിക്കാം. അപ്പോ ഈ സെറ്റിലേക്ക് ചുറ്റിപ്പറ്റി യൂണിയൻ, ഇന്റർസെക്ഷൻ, അതേമാതിരി തന്നെ കോംപ്ലിമെന്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് റിലേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് മെമ്പർഷിപ്പ് എന്താണ്, എലമെന്റ്. ഇപ്പൊ എക്സ് എലമെന്റ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറഞ്ഞു പറയും. പിന്നെ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 3 എലമെന്റ് ഉള്ള ഒരു സെറ്റിന് 8 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ഉണ്ടാക്കുന്നതിനാണ്. അതായത് ഇപ്പൊ എ ബി സി ആണെങ്കിൽ നള്ള് ഒരു എലമെന്റ് ആയി, പിന്നെ എ ഒരു എലമെന്റ്, ബി ഒരു എലമെന്റ്, സി ഒരു എലമെന്റ്, പിന്നെ എ ബി ഒരു എലമെന്റ്, എ സി ഒരു എലമെന്റ്, ബി സി ഒരു എലമെന്റ്, എ ബി സി അങ്ങനെ എലമെന്റ്, അങ്ങനെ 8 ഇതിനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിന് കാർഡിനാലിറ്റി അല്ലെങ്കിൽ കൗണ്ട്, അതങ്ങനെ ഒരു നോഷനൊക്കെ ഉണ്ട്. അപ്പൊ സെറ്റില് ഒരു എന്താ പറയാ ഒരു റിക്കർസീവ് മെമ്പർഷിപ്പ് സെറ്റില് പറ്റത്തില്ല. കാരണം അത് ഇറ്റ് ഹാസ് ലെഡ് ടു ലോട്ട് ഓഫ് കോൺട്രഡിക്ഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാർബർ പാരഡോക്സ് അല്ലെങ്കിൽ റസൽസ് പാരഡോക്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് വേർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് വിച്ച് ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദെംസെൽവ്സ് എന്നുള്ള, അല്ലെങ്കിൽ റിക്കർസീവ്ലി എന്യൂമറബിൾ സെറ്റ്സ് ആണ് മറ്റേ എന്താ പറയാ വൈറ്റ് റസൽ പ്രോഗ്രാം എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇതിന്. അപ്പൊ സെറ്റ് നമ്മൾ പറയുമ്പോൾ വളരെ ഇതിനൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് റിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഒരു സെറ്റ് വിത്ത് ഇറ്റ് സെൽഫ് ഓർ സെറ്റ് വിത്ത് അനദർ സെറ്റ്, അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നൊരു റിലേഷനാണ്. അപ്പൊ ഒരു എന്താ പറയാ നമ്മൾ റിലേഷൻ എന്ന് പറയുമ്പോൾ ബൈനറി റിലേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു സെറ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റില് ഒരു ബൈനറി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ വിത്ത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പോ അതിന് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ഉണ്ടാവും, സിമെട്രിക് പ്രോപ്പർട്ടി ഉണ്ടാവണം, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവണം. അപ്പൊ നോഷൻ ഓഫ് ഈക്വാലിറ്റി, ഈക്വലൻസ് ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് whenever we speak about it. റിഫ്ലക്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, അത് എന്താ പറയാ റിഫ്ലക്സീവ് ആണെന്ന് പറയും. ഇനിയിപ്പോ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, വൈ ഇസ് ഈക്വൽ ടു എക്സ് ആയിരിക്കുമെങ്കിൽ അതിനെ സിമെട്രിക് എന്ന് പറയും. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, വൈ ഇസ് ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ഇസെഡ്, അപ്പൊ അതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റിനെ 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇപ്പൊ സിഗ്നം ഫംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിലേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ whenever we are comparing things, ഓക്കെ, ഇപ്പൊ ഡാറ്റാ ബേസിലും മറ്റേതൊക്കെ വരുമ്പോൾ റിലേഷൻ ആണ്. അപ്പോൾ സെറ്റായിട്ട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇനി നമ്മൾ റിലേഷനിലെ ഒരു റെസ്ട്രിക്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് 2 സെറ്റുകൾ തമ്മിൽ ഒരു ഡൊമെയിൻ സെറ്റ് ഉണ്ടാവും, ഒരു കോ ഡൊമെയിൻ സെറ്റ് ഉണ്ടാവും. ഇത് രണ്ടും തമ്മിലുള്ള മാപ്പിങ്ങിനെയാണ് എന്താ പറയാ
ഈ അസോസിയേറ്റിംഗ് വൺ ഐറ്റം വിത്ത് അനദർ. സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷനെ കുറിച്ചാണ്. കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ റിലേഷൻസ് ഉപയോഗിക്കും. ഈ അസോസിയേറ്റിംഗ് വൺ വിത്ത് അനദർ അതിപ്പോ നമ്മൾ ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഡൊമൈൻ, റേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു റൂള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫോർ ഈച്ച് എ, ഒരു സ്മോൾ എ എലമെന്റ് ഓഫ് എ സെറ്റ് എ, there is a unique b element of b with f is equal to b. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാപ്പിംഗ്, അതായത് യുണീക് മാപ്പിംഗ് വേണം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ യുണീക്നെസ് ഇല്ല. ഇപ്പോ റിലേഷന്റെ ഒരു റെസ്ട്രിക്ഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഫംഗ്ഷൻ തന്നെ നമ്മൾ ഇൻജക്റ്റീവ് ഉണ്ട്, 1 to 1, പിന്നെ സബ്ജക്റ്റീവ് ഉണ്ട്, പിന്നെ ബൈജക്റ്റീവ് ഉണ്ട്, പിന്നെ ഐസോമോർഫിക് ഫംഗ്ഷൻസ് ഉണ്ട്, ഫംഗ്ഷൻസ് വിത്ത് വെൽ ഡിഫൈൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു വളരെ എന്താ പറയാ, ഈ ഔട്ട്പുട്ടിനെ നമ്മൾ വീണ്ടും ഇപ്പൊ എന്താ പറയാ ഇൻപുട്ടായിട്ട് ഫീഡ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ റിക്കേർഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ ഫിബൊനാച്ചി സീരീസ് എടുക്കുക. അപ്പോ F0 0 ആണ്, F1 1 ആണ്, പിന്നെ Fn എന്ന് പറഞ്ഞ സാധനം Fn-1 പ്ലസ് n-2 ആണ്. അപ്പൊ ബേസ് കേസ് ഉണ്ടാവും, റിക്കർസീവ് കേസ് ഉണ്ടാവും. ബേസ് കേസ് F0 is equal to 0, F1 is equal to 1. റിക്കർസീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is equal to Fn-1 പ്ലസ് n-2. അപ്പോ ഈ ഇൻഡക്ഷൻ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സെറ്റ് പറഞ്ഞു, റിലേഷൻ പറഞ്ഞു, ഫംഗ്ഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ റിക്കേർഷൻ ആൻഡ് ഇൻഡക്ഷൻ പറഞ്ഞു. ഇനി നമുക്ക് സ്മാർട്ട് കൗണ്ടിങ് എന്ന് പറയും. അപ്പൊ കൗണ്ടിങ് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പെർമുട്ടേഷൻ വിൽ ഗീവ് യു അറേഞ്ച്മെന്റ്സ്. ഈ മറ്റേ കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ n choose k എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് റിലേഷൻസ് വരും. പിന്നെ എന്താ പറയാ, നമുക്ക് അതായിട്ട് ചുറ്റിപ്പറ്റി. അപ്പൊ കോമ്പിനേറ്റോറിക്സ് ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ വൺസ് അഗൈൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇറ്റ്സ് ഗുഡ് ഫോർ കളക്ടിങ് തിങ്സ് ഓർ അഗ്രഗേറ്റിംഗ് തിങ്സ്, യുണീക് എലമെന്റ്സ്. പിന്നെ സെറ്റ് വിത്ത് ഇറ്റ്സെൽഫ് ഓർ സെറ്റ് വിത്ത് അനദർ തിങ്സിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റിനെ നമ്മൾ റിലേഷൻ എന്ന് പറയും. റിലേഷന്റെ റെസ്ട്രിക്ഷനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ നമ്മൾ റിക്കർഷൻ ആൻഡ് ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പിനേറ്റോറിക്സ് ആണ് അടുത്ത മേജർ ടോപ്പിക്. പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, സബ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ എന്താ പറയാ ഫംഗ്ഷൻ ജനറേറ്റേഴ്സ്, പിന്നെ പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരും. പിന്നെ ഈ ഓഡ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി, വേ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോബബിലിറ്റി ഉപയോഗിക്കും. അപ്പൊ അതിന്റെ നോഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് ഉണ്ട്, where an event will be a subset of sample space. പിന്നെ ഈ പവർ സെറ്റിന്റെ യൂസ് ഉണ്ട്, പോസിബിൾ ഇവന്റ്സ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ അങ്ങനത്തെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ബിക്കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പൊ നമ്മൾ സോ ഫാർ സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ, ഇൻഡക്ഷൻ, പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ കോമ്പിനേറ്റോറിക്സിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രീ ആൻഡ് ഗ്രാഫ് ആണ്. അപ്പൊ സ്ക്വറൽ മാത്ത് എന്നാണ് അതിനെ വിളിക്കണേ. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മൾ ട്രീ പറയുമ്പോൾ ആൻഡ് ഗ്രാഫ് പറയുമ്പോൾ ഡേറ്റഡ് ഗ്രാഫ്, സൈക്ലിക്, ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്, അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ട്രീയില് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇപ്പോൾ n നോട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ n-1 എഡ്ജസ് ഉണ്ടാവും. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടഡ് ട്രീസിൽ നമുക്ക് ട്രാവേഴ്സൽ മെത്തേഡ്സ്, ഇങ്ങനത്തെ ഇപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ് ഗ്രാഫ്, ട്രീസ് ആൻഡ് ഗ്രാഫ് പറയാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വെനെവർ വി സ്പീക്ക് അബൌട്ട് ഡിസ്ക്രീറ്റ് മാത്ത്, പ്രൊപ്പോസിഷണൽ ലോജിക്, yes and no ലോജിക്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ടിനെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പ്രൊപ്പോസിഷൻസിനെ നമുക്ക് ആൻഡ്, ഓർ, നോട്ട്, ഇംപ്ലിക്കേഷൻ, ഈക്വലൻസ്, ബൈഡയറക്ഷണൽ ഇംപ്ലിക്കേഷൻ ഈക്വലന്റ് എന്ന് പറയാം. പിന്നെ ഡി മോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ്, പിന്നെ ഇംപ്ലിക്കേഷന്റെ കോൺട്രാപോസിറ്റീവ്. അപ്പോ എ ഇംപ്ലൈസ് ബി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു സേ ബി ഇംപ്ലൈസ് എ, അപ്പോ അതിപ്പോ നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കുകയാണെങ്കിൽ
അതിനെ നമ്മൾ വേണമെങ്കിൽ എന്താ പറയാ കൺവേഴ്സ് എന്ന് പറയും. ഇനിയിപ്പോ നമ്മൾ തൊട്ടടിയിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ക്വാഡ്രന്റ് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ടോപ്പ് ലെഫ്റ്റിൽ ഇംപ്ലിക്കേഷൻ വരുന്നു, ഇവിടെ കൺവേഴ്സ് വരുന്നു. നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ, അതിനെ നമ്മൾ വേണമെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയും. അതേമാതിരി നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി, അത് ഈ ഡയഗണൽ വരും, അതായത് കോൺട്രാപോസിറ്റീവ്. അപ്പോൾ ഇംപ്ലിക്കേഷനും കോൺട്രാപോസിറ്റീവും എപ്പോഴും കറക്റ്റ് ആയിരിക്കും, പക്ഷെ കൺവേഴ്സ് ഇൻവേഴ്സ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ പ്രൂഫ് ബൈ കോൺട്രാപോസിഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് തന്നെയുണ്ട്. പിന്നെ whenever we speak about logic, നമ്മൾ ലോജിക്കിന്റെ കൂടെ സെറ്റ് തിയറിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്കേറ്റ് ലോജിക്കിനൊക്കെ അല്ലെങ്കിൽ ഫോർ ഓൾ ദർ എക്സിസ്റ്റ്. അപ്പൊ ഇതിനാണ് എവരിത്തിങ് ആൻഡ് നത്തിങ്, ക്വാണ്ടിഫിക്കേഷണൽ ലോജിക് എന്ന് പറയും. അപ്പൊ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്, പി ഹോൾസ് ഫോർ എവരി എക്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഫോർ ഓൾ എന്ന് പറയുന്നത് എ ഇങ്ങനെ എന്താ പറയാ, എ എഴുതിയിട്ട് എക്സ് ആക്സിസിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. പിന്നെ there exist p of x where അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ എന്താ പറയാ,